പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറക്കുകയാണ്. പത്രങ്ങളൊക്കെ ധർമ്മങ്ങൾ മറന്നുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങൾക്കൊരു പത്രധർമ്മമുണ്ട്. ആ പത്രധർമ്മത്തെ മറന്നുകൊണ്ടാണ് പത്രങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ബഹിഷ്കരിക്കണം നമ്മൾ. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചു മാതൃഭൂമി പത്രം. അത് വായിക്കുന്നവൻ, ഇനി മാതൃഭൂമി പത്രത്തിന്റെ പേജുകളിലേക്ക് കണ്ണയക്കുന്നവൻ അല്ലാഹുവിന്റെ പ്രവാചകനോട്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമില്ലാത്തവനായി മാറും. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനെ ധിക്കരിച്ച, വൃത്തികെട്ടവനെന്ന് മുദ്രകൂട്ടിയ ഒരു പത്രമായി മാതൃഭൂമി മാറിയിരിക്കും. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കാൻ, ഒന്ന് മണ്ടക്കകത്തേക്ക് റസൂല് വേണോ മാതൃഭൂമി പത്രം വേണോ എന്ന് ചിന്തിക്കാൻ നിങ്ങളിലേക്ക് ഒരു ചിന്ത തുണ്ടുകളെ ഞാൻ ഇട്ട് തരികയാണ്. നാളെ മുതൽ ഓർത്തു നോക്കുക. മാതൃഭൂമി പത്രം വേണോ അല്ലാഹുവിന്റെ പ്രവാചകനെ വേണോ? അല്ലാഹുവിന്റെ റസൂലിനെ വേണമെങ്കിൽ മാതൃഭൂമി ഒഴിവാക്കാണ്ട് വിട്ടെ. എന്തിനത്? പരിശുദ്ധ റസൂലിനെ ചീത്ത വിളിക്കുന്ന പത്രം എന്തിന്? അതെന്തിനു വായിക്കണം? എന്താവശ്യത്തിന് വായിക്കണം? പത്രങ്ങൾ ധർമ്മങ്ങൾ മറന്നിട്ട്, പത്രങ്ങൾ മതത്തിന്റെ കാതലായ വശങ്ങളെ കുത്തിപ്പൊക്കി വർഗീയതയുടെ വിത്തിലേക്കാണ് പത്രങ്ങൾ മനുഷ്യനെ കൊണ്ടുപോകുന്നതെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വൃത്തികെട്ടവനെന്നും അവിചാരം പണിയെടുത്തവനെന്നും അല്ലാതെ മോശമായ രൂപത്തിൽ നഅൂദുബില്ലാഹ് ഞാൻ പേടിക്കാൾ അല്ലാഹുവിന്റെ പ്രവാചകനെതിരെ വാക്കുകൾ ഉച്ചരിച്ച മാതൃഭൂമി പത്രത്തിന്റെ വാക്കുകളെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാനാവാത്ത വൃത്തികേടാണ് അവൻ ആ അത്രക്കാർ ഉദ്ധരിച്ചു വിട്ടത്. അതോ ഏതോ ഒരുത്തന്റെ ഗൂഢാലോചനയല്ലത്, ഏതോ ഒരുത്തൻ ചെയ്തതല്ല. അതിൽ ഒരു വരി കൊടുക്കണമെങ്കിൽ എഡിറ്റോറിയൽ കോളം മുഴുവൻ പരിശോധിച്ച് എല്ലാം പരിശോധിച്ചിട്ടാണ് മാതൃഭൂമി മനോരമയൊക്കെ പത്രങ്ങളിൽ കൃത്യമായ വാർത്തകൾ കൊടുക്കുക. അപ്പോ ഇത്തരം വൃത്തികെട്ട വാർത്ത, ഒരു മതത്തിന്റെ സത്തയെ കളങ്കപ്പെടുത്തുന്ന വാർത്ത ഒരു പത്രം കൊടുക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് കൂട്ടരെ. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് പത്രക്കാരെ ബഹിഷ്കരിച്ച് മാറ്റണം, വേണ്ടെന്ന് പറയണം, നട്ടല് വേണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നാളെ മുതൽ ചിന്തിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ വേണോ മാതൃഭൂമി പത്രം വേണോ എന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരിന്റെ മാർഗത്തിൽ നിലനിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് വൃത്തികേട് എഴുതിയിട്ട് പിന്നെ ഖേദപ്രകടനം ബാക്കിൽ എഴുതിയിരുന്ന ഒരു കാര്യമില്ല. ഞങ്ങളിങ്ങനെ തെറ്റുപറ്റിപ്പോയി, ഖേദിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വൃത്തികേടാക്കിയിട്ട് മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അതിന്റെ ബാക്കിൽ പിന്നെ ഒരു ഖേദപ്രകടനത്തിന് എന്ത് സ്ഥാനമുള്ളേ? ഒരു സ്ഥാനമില്ല ഒരു ഖേദപ്രകടനത്തിനും. ഒരു തിരുത്തു കൊടുക്കാൻ പറ്റൂനി? ഇനി എന്ത് തിരുത്താ പേര് കൊടുക്കേണ്ടത്? കുത്തിനോപിച്ച് കൽബിനെ വേദനിപ്പിച്ചിട്ട് ഇനി അതിന്റെ മേലെ മാപ്പ് പറയാനോ? ആ മാപ്പിനൊരർത്ഥമില്ല, അത് കാക്കത്തൗബയാ. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. മാതൃഭൂമി പത്രം ബഹിഷ്കരിച്ച് മാറ്റണം, വേണ്ടെന്ന് പറയണം, നട്ടല് വേണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.